ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വടക്കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാവേ. ഇത് നമുക്ക് ചോറിനും ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പം നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു തക്കാളി, കുറച്ച് 2-3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നമ്മൾ ഈ കടലപ്പരിപ്പ്, കറിവേപ്പിലയും ഒരു 4-5 ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഒരുവിധം അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. അതിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇടുന്നുണ്ട്, വലിയ ജീരകം. എന്നിട്ട് അത് പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മളതിൽ ചെറിയ ഉരുളകളായിട്ട് അങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആകണ്ട, എന്നാൽ ഒരുവിധം മുരിഞ്ഞു വരെ വേണം. ആ രീതിയിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇതിൽ നമുക്ക് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇതേപോലെ ചെറിയ വടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ട് ആവി കയറ്റി എടുക്കാവുന്നതാണ്. അതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ കൂടെയും ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് വണ്ണം കുറക്കണം, അതുപോലെ ഡയറ്റിങ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അതാകുമ്പോഴേക്കും നമുക്ക് ഓയിൽ വളരെ കുറച്ച് മതി. അതല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ എല്ലാം നമ്മൾ ഫുള്ള് വറുത്ത് കോരി മാറ്റുവാണേ. അതിനുശേഷം നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ അടുത്ത ഇത് നോക്കുന്നത്. അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മസാലകളെല്ലാം ഇടണം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1-2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, പട്ട, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ മതിയേ. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മസാലകൾ, ഞാൻ ഏലക്കയുണ്ട്, പട്ട ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം, പിന്നെ 2 ഗ്രാമ്പ്, പിന്നെ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളാണ് ആദ്യം ഇട്ടത്. അതൊന്നും മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ പിന്നെ ബാക്കിയുള്ള സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി, പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇട്ട് വഴറ്റി. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളൊരു തക്കാളി കട്ട് ചെയ്തത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് കരിഞ്ഞു പോകാതെ നോക്കണം. വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൂടി അതിൽ കുറച്ച് ഒരു 1/2 കപ്പ് തേങ്ങ, അതിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇടുന്നുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോഴേക്കും തേങ്ങയിൽ പെരിഞ്ജീരകം കൂടി ഇട്ട് അടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ ഇതിലൊഴിക്കണം. അതിനുശേഷം നമ്മൾ അത് തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഈ വട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇടിയപ്പം, ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചോറിനാണ് എടുക്കുന്നത്. എനിക്ക് വേറെ ഒഴിച്ച് കറി ഉണ്ട്, അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ചോറിന് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള മോഡിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ വളരെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് വരയ്ക്കും, ഡ്രൈ ആയിട്ട് കിട്ടുന്ന മാതിരി. ഇതിപ്പോൾ നമ്മൾ തേങ്ങ വന്നിട്ട് ഇതിൽ തേങ്ങയിൽ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുവാണേ. എന്നിട്ട് ഈ ഇതെല്ലാം മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് വഴന്ന് വന്നതിൽ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും വടയും കൂടെ ഇട്ടിട്ട് തിളച്ച് വരണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഞാനിതിൽ മിക്സിയുടെ ജാറിൽ പൊടിച്ചിടുന്നുണ്ട്. ആ മസാലപ്പൊടി നമ്മൾ കുറച്ച് കുരുമുളക്, ഒരു 8-10, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ 1-2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിൽ ലാസ്റ്റ് ഇതെല്ലാം തിളച്ച് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചോറിന് ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാനതിൽ നമ്മൾ കുറച്ച് തേങ്ങയും ഒരു അരമുറി വേണ്ട, ഒരു 1/2 കപ്പ് തേങ്ങയും
അതിൽ കുറച്ചൊരു പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അത് പിറ്റേ ദിവസത്തിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ നല്ല ലൂസായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നമ്മൾ ചപ്പാത്തിക്ക് ഇടിയപ്പത്തിന് അങ്ങനെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഉച്ചയ്ക്കായതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാലൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും, കാരണം ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ളത് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഇതേപോലെ തേങ്ങയിൽ കുറച്ചൊരു പെരിഞ്ചീരകവും ഇതും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് തേങ്ങാപ്പാലാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഈ വടക്കറിയിൽ വീണ്ടും ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും അത് സൂപ്പർ നല്ല ഗ്രേവി ആയിട്ടുണ്ടാവും, നമുക്ക് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനെല്ലാം പറ്റുന്ന രീതിയിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു നല്ല സൂപ്പർ റെസിപ്പിയാണ്. ഇവിടെ നമ്മൾ അടിക്കടി ഇത് ഉണ്ടാക്കാറുണ്ട്. ഇത് ഇടിയപ്പത്തിന് വളരെ നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ പത്തിരിക്കെല്ലാം ഇത് വളരെ നല്ലൊരു കറിയാണ്. അടുത്ത ദിവസത്തേക്ക് ഇപ്പം നാളത്തേക്ക് ഞാനിത് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് ഇത് നമ്മൾ കുറച്ചുകൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറച്ചൊരു ചാറ് രൂപത്തിലാക്കിയിട്ട് ഞാൻ എടുക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ നമ്മൾ ഒരുവിധം മസാല നിറയെ ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ അതേ പ്രൊസീജിയറാണ് ഇടുന്നത്. ലാസ്റ്റ് ഇതിൽ ഞാൻ ഒരു 1-2 ഇതിൽ മല്ലിയില കട്ട് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിപ്പരക്കുമ്പോഴേക്കും ആ കൂട്ടത്തിൽ നമ്മൾക്ക് മല്ലിയില 1-2 തണ്ട് ഇടാവുന്നതാണ്. അത് അപ്പം നമുക്ക് ഈ വടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. പരിപ്പോടെ ഉണ്ടാക്കുമ്പോഴും ഞാൻ അതേപോലെ തന്നെ മല്ലിയില ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കറിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ചോറിനാണെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കുക, പിന്നെ ഇടിയപ്പം ചപ്പാത്തി ഇതുപോലുള്ള സാധനങ്ങൾക്കാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒരു നല്ല ഇതായിട്ട് എടുക്കുക. ലാസ്റ്റ് കുറച്ചൊരു മസാല ഒന്ന് പൊടിച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അങ്ങനെ ഇടുക. അപ്പോഴേക്കും ശരിക്കും അതിനൊരു നല്ല ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിന്നെ ഈ ചെന്നൈയിലെ വടക്കറി, നമ്മൾക്ക് ഇവിടെ ഹോട്ടലിൽ കിട്ടുന്ന വടക്കറിക്ക് ഈ വട ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ ഇത് തേങ്ങാപ്പാലെല്ലാം തിളച്ച് വരുമ്പോഴേക്ക് ആ പൊടിച്ചതാണ് നമ്മൾ അതിലിടുന്നത്. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ നല്ല കുറുകിയ ഗ്രേവി മാതിരിയാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വട പൊടിച്ചിട്ട് കൂടെ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇതേപോലെ വടയായിട്ട് ഉണ്ടാക്കിയിട്ട് അത് നേരെ വടയിൽ ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ മുന്നേ 1-2 തവണ ഞാനിങ്ങനെ പൊടിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വടയെടുത്ത് നമ്മൾ കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാനിത് പൊടിക്കാതെ തന്നെ അങ്ങനെ നേരെ ഈ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ചെന്നൈയിലുള്ളത് വടക്കറിയിൽ അവർ തേങ്ങാപ്പാൽ കൂടി ചില ഹോട്ടലുകാർ ഒഴിവാക്കാറുണ്ട്. തേങ്ങാപ്പാലിന് പകരം അവർ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു തിളപ്പിച്ചാറിയ വെള്ളം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോഴേക്കും ഈ വട വന്നിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൽ ഇട്ട് അങ്ങനെയാണ് അവരുണ്ടാക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം മസാലയെല്ലാം പൊടിച്ചിടുന്നത് കൊണ്ടിട്ട് കറക്റ്റ് ഇതിനൊരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കുട്ടികൾക്കും എല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും. കുരുമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് ചോറിനിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ വടക്കറി റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അധികം ഇങ്ങനെ ചാറ് കുഴമ്പ് രൂപത്തിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചാറാക്കിയിട്ട് കൂടി എടുക്കാം. ഞാനിപ്പോൾ ചോറിന് വേണ്ടിയാണ്. ഇടിയപ്പം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം, കുറച്ച് തേങ്ങാപ്പാലൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.